ഈ കണ്ണു മുമ്പേ കാണുന്നേ ഇല്ലേ ഇതൊക്കെ? ഒന്ന് ആലോചിച്ച്, ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി ഒരു കിഴങ്ങുണ്ട്. അയ്യോ സുഭാഷേ, അങ്ങനെയൊന്നും പറയല്ലേ. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ പിടിച്ച് തള്ളി അവസാനം തറയെക്കൊണ്ട് ചെടിച്ചട്ടി ഇടിച്ച് ഇതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുണ്ട്. അതിന് ആ സംഭവം ഒന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ലല്ലോ. ഞാനിതൊന്നും കാണാറില്ല. എന്റെ കണ്ണു മുമ്പിൽ ബസ്സിൽ കണ്ണത് അവരെ പിടിച്ചു മാറ്റുന്നതാണ്. ഇവനാണ് നാട് ഭരിക്കുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഒരു പത്രം വായിക്കാറില്ല, ഒരു വാർത്തകൾ കാണാറില്ല, ലോക വിവരം ഒന്നുമില്ല. ലോക വിവരം ഇല്ലാത്തത് കൊണ്ടാണോ ഈ പത്രസമ്മേളനത്തിനൊക്കെ മണിയായിട്ട് പുള്ളി ഉത്തരം പറയുന്നത്? ആരെങ്കിലും എഴുതി കൊടുക്കണം വന്നിട്ട് വായിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രി, അതിനെ ന്യായീകരിക്കുക ഇതാണ് അടിമ വേപ്പട്ടികൾ. വിട് ഇതൊന്നും കേൾക്കാൻ വയ്യേ. വേറെ വല്ലതും പറയാനുണ്ടോ? ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവിനെ പറ്റിയാണ് സംസാരിക്കാൻ. ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള കഥകളല്ലേ? മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ എന്ന് വെച്ചാൽ മൂക്കില്ല ആ രാജ്യത്ത്. അപ്പൊ ഇത്തിരി പോലെ മൂക്കുള്ളൊരുത്തൻ അവിടെ ജനിച്ചു, പിന്നെ അവൻ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്ന ഒരുത്തനെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഇത് പണ്ട് പോലെ നമ്മൾ കേട്ടിട്ടുള്ള കഥയല്ലേ. എന്നാലും പറ കേക്കട്ടെ. മരം വെട്ടുകാരനാണ് എന്റെ മുതലാളി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കിഴങ്ങുണ്ട്. അയ്യോ തെറ്റിപ്പോയി. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ എന്നല്ലേ പറഞ്ഞത്. അതിൽ ഈ പറഞ്ഞ കിഴങ്ങനാര് അറിയണ്ടേ? അറിയാം, വെള്ളരിക്കാ പട്ടണം. MP നികേഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പറ്റിയാണ്. നമ്മുടെ നികേഷ് കുമാർ, അദ്ദേഹത്തെ പറ്റി എന്ത് പറയാനിരിക്കുന്നു? രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ. കൊള്ളാം. അദ്ദേഹത്തെ ഇനി ആർക്കെങ്കിലും പരിചയപ്പെടുത്തണം. കോട്ടുമൊക്കെ ഇട്ട് ഹാർമോണിയ പെട്ടിയൊക്കെ വെച്ച് 1.5 കട്ടയില് വാർത്ത വായിക്കണ ലോകത്തെ ഒരേ ഒരു വ്യക്തി അദ്ദേഹമല്ലേ ഉള്ളൂ. മരം വെട്ടുകാരനാണ് എന്റെ തിരുമേനി എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി. അദ്ദേഹത്തിന്റെ നമുക്കറിയാം, നവമാധ്യമ വിഷ്വൽ മീഡിയയിലെ ഒരു എന്തൊരു സംഭവം എന്ന് പറഞ്ഞാണ് ആശാൻ ഇത്രയും നാള് ഇങ്ങനെ ജീവിച്ചു വന്നത്. പറഞ്ഞത് ശരിയാണ്. നമസ്കാരം, പ്രധാന വാർത്തകൾ, ഞാൻ നികേഷ് കുമാർ. ആയിരുന്നു നമ്മൾ ദൂരദർശനിലെ വാർത്തയെ കണ്ടുകൊണ്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാർത്താ അവതരണ ശൈലിയിലൂടെ ഒരു പ്രത്യേക പിച്ചിൽ വാർത്ത അവതരിപ്പിക്കുന്ന കോട്ടക്കെട്ട് ഇങ്ങനെ ചരിഞ്ഞിരുന്ന് ആണ് അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം. പുള്ളിയുടെ ആദ്യത്തെ ചാനലിന്റെ പേര് അന്ന് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞ ചാനലിലാണ് കുറച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രത്യേക പിച്ച്. ഈ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അവസാനം ആ പിച്ച് മാറി ഇപ്പൊ എറികൊണ്ട പട്ടികൾ എറിയുള്ള ഒരു വിളിയില്ലേ, ഏകദേശം അതിനോട് സാമ്യമായി വന്നിട്ടുണ്ട് ഇപ്പോഴും. ചുമ്മാരി സുഭാഷേ, പുള്ളിക്കാരന്റെ വാർത്ത വായന എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലോകത്ത് ഒരു കോണിലും വേണ്ടാത്തൊരു സാധനം അതിനുവേണ്ടിയാണ് വന്നിരുന്ന് കുരയ്ക്കുന്നത്. ലോകത്തിലെ ജനങ്ങളെല്ലാം വെറുത്ത് ഈ ഒരു സംസാരിക്കുന്ന എന്തിനു വേണ്ടിയാണോ സംസാരിക്കുന്ന ആ സാധനം എന്തെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഇപ്പൊ എറികൊണ്ട് പട്ടി വിളിക്കും പോലെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ വിഷൻ ചാനൽ ഇല്ലേ? അന്ന് തുടങ്ങി. അതിന്റെ ലക്ഷണമാണ് ഈ ആ ചാനൽ അടച്ചു കൂട്ടിയത്. ശമ്പളം കൊടുക്കാനില്ലാതെ അടച്ചു പൂട്ടി ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞു. അയ്യോ, അത് കഷ്ടമായി പോയി. ഇപ്പൊ എന്നിട്ടെല്ലാം കൂടെ വാരിപ്പിറക്കി വേറൊരു ചാനലായിരുന്നു, റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞു തുടങ്ങി. അതും വാരി പൂട്ടിപ്പോയി. അയ്യോ, അതെന്ത് ഇങ്ങനെ വാരി പൂട്ടാൻ കാരണം? വാരിപ്പൂട്ടി പോകേണ്ട കാര്യം എന്തിനാണ്? ലോകത്ത് ആർക്കും വേണ്ടാത്തതിനെ പറ്റിയാണ് ആശാമന്ത്രി സംസാരിക്കുന്നത്, ന്യായീകരിക്കുന്നത്. ന്യായീകരണം എന്ന് വെച്ചാൽ അങ്ങ് ന്യായീകരിക്കും. പട്ടി ഓരിയിടും പോലെ മറ്റേ കുന്നിന്റെ മോളേക്ക് മൂക്കിലെ രാജ്യത്തെ മുറിമുഖ രാജാവാണല്ലോ, വന്നിരുന്നങ്ങ് ഓരിയിട്ട് അതും പൂട്ടാറായി. അതും പൂട്ടിയാ? അപ്പൊ ഇപ്പൊ എന്തായിരിക്കും പരിപാടി പുള്ളിക്കാരന്റെ? അപ്പോഴാണ് ഈ മരം വെട്ടുകാരനാണ് എന്റെ മൊയിലാലി വന്ന് ചാനലിലെ ഏറ്റെടുത്ത് പുതിയ രൂപവും ഭാവമായിട്ടൊക്കെ വന്നത്. അത് ശരി, നമ്മളെ മുട്ടിൽ മരം മുറി മുതലാളി. അപ്പൊ ഈ മുറിമുഖൻ രാജാവിനെ പറ്റി അങ്ങേരൊക്കെ ഇത്തിരി ബോധമുള്ളതുകൊണ്ട് കുറച്ച് കഴിവുള്ള മറ്റു കുറച്ചുപേരെ കൂടെ ഈ ഒരു എടുത്തൊരു പ്രത്യേക രീതിയിൽ ബിസിനസ് തന്നെയാണ് സംഭവം. ജനങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം മനസ്സിലാക്കി ആ മസാല കൂട്ടുകളൊക്കെ ഉൾപ്പെടുത്തി കുറച്ച് സംസാരിക്കാൻ ഈ മുറിമുഖൻ രാജാവ് ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ കുരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കാൻ അറിയാൻ കുറച്ചുപേരെ അവിടെ കൂട്ടി. ആ കുറച്ചുപേര് മുഴുവൻ മൂക്കുള്ളവര് തന്നെ. അതിൽ മൊട്ടായനുണ്ട്, സുജയ പാർവതി ഉണ്ട്, സ്മൃതി പരുത്തിക്കാടുണ്ട്, പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹമുണ്ട്. അപ്പൊ അവരൊക്കെ കൂടെ വന്നിരുന്ന് സംസാരിച്ചു തുടങ്ങി ആശാൻ ഒരു നിവൃത്തിയില്ലാതായി. കാരണം കള്ളി പൊളിഞ്ഞു എന്നുള്ളതാണ്. ഒരു കഴിവുമില്ല, പട്ടി ഓരിടും പോലെ ഓരിടാനേ കഴിവുള്ളൂ എന്നുള്ള ഒരു സംഭവത്തിലൂടെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. അതെന്ത് ഇതേ വിളി ഇതൊക്കെ മടുത്തടാ ജനങ്ങള്. നിന്നെ വേണ്ട, നീ സംസാരിക്കുന്നതിനെ പറ്റി നാട്ടുകാർക്ക് ആർക്കും വേണ്ട, ഈ ലോകത്ത് ഒരിടത്തും വേണ്ട. ഈ കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരാണ് നീ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കാൻ ഒരിമ്പമുണ്ട് കേട്ടോ. നിർത്ത്, അതൊക്കെ പോട്ട്. ഏതോ ഒരു ചർച്ച കാണിച്ചു തരാന്ന് പറഞ്ഞു.
ഹിന്ദുത്വ പ്രതിഷ്ഠയാണ്. ഒരു ഹിന്ദു ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്, ഹിന്ദുത്വ പ്രതിഷ്ഠയാണ്. ഒരു പൊട്ടി ഒലിക്കാണ് രാമക്ഷേത്രത്തിന്. ഇവിടെ ആരും ഇതിനെപ്പറ്റി ഒന്നും വ്യാപരാതിപ്പെടുത്തില്ല നമ്മളെ നാട്ടിൽ. നമ്മുടെ മുഖ്യനെ പോലെ പുള്ളിക്കും ഒരു പ്രത്യേക ആക്ഷനും ഒരു മുദ്രയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഒരു ആക്ഷൻ മുദ്രയൊക്കെയാണ് കാണാനുള്ളത്. ഇപ്പൊ വെച്ചാണ് മുദ്ര ഉണ്ട സംസാരിച്ച് ഇതൊക്കെ കാണിച്ചാണ് ഈ മൂക്കില്ലാരും മുറിമൂക്കാനെന്ന് പറഞ്ഞിരുന്നത്. ആക്ഷനുകളും ഒലിപ്പീരുകളും ബാക്കിയുള്ള കണ്ടു. നമുക്ക് ഇതിന് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി വളം വെച്ച് കൊടുക്കുകയാണ് എങ്കിൽ ഇതുമായി ജനങ്ങൾ, ഹിന്ദു വിശ്വാസികൾ താതാത്മ്യം പ്രാപിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നിഗമനത്തില് ഇപ്പോൾ എത്താം. ഇപ്പൊ എത്താനേ കണ്ട ഇരിക്കണത് ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരാത്താനും ഈ ചാനലും പൂട്ടിയിട്ട് മറ്റേ അണ്ണാൻ്റെ മറ്റേക്കാരനാണ് എന്റെ മുതലാളി പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്കാം. അല്ലെങ്കിൽ നിന്റെ ഈ ചാനലിൽ പോകാണം. എന്നാ പിന്നെ പുതിയ ആക്ഷനും മുദ്രയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.